ചെവി ക്ലീൻ ചെയ്യേണ്ടതുണ്ടോ? ജനങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞാൽ സ്വന്തമായി ചെവി ക്ലീൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ചെവി സ്വയം ക്ലീൻ ആവാനുള്ള മെക്കാനിസം, നാച്ചുറൽ മെക്കാനിസം നമ്മുടെ ചെവിയിൽ തന്നെ ഉണ്ട്. ചെവിൻ്റെ ഉള്ളിൽ സീലിയറി മൂവ്മെൻറ്റ്സ് വഴി വാക്സ് ക്ലിയർ ആവും. അതേപോലെ നമ്മുടെ താടിയെല്ലിൻ്റെ മൂവ്മെൻറ്റ്സ് ച്യൂ ചെയ്യുന്ന സമയത്ത്, വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചെവി ഓട്ടോമാറ്റിക്കലി ക്ലീൻ ആവാനുള്ള സംവിധാനം നമ്മുടെ ചെവിയിൽ തന്നെ ഉണ്ട്. ചില ഘട്ടങ്ങളിൽ ചില ആളുകൾക്ക്, പ്രത്യേക ട്രേറ്റിലുള്ള ഒരു സമൂഹത്തിന് ഓട്ടോമാറ്റിക് വാക്സ് ക്ലീൻ ആവാത്ത ഒരു സമൂഹമുണ്ട്. പ്രത്യേകിച്ച് ചെവിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ ചില ജനറ്റിക് റിലേഷൻസ് ഉള്ള ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി വാക്സ് ക്ലിയർ ആവില്ല. അങ്ങനത്തെ ആളുകൾ ഒരു നിശ്ചിത കാലയളവിൽ, ഒരു 6 മാസത്തിൽ, ഒരു വർഷത്തിലൊക്കെ ചെവിയിൽ മരുന്നൊറ്റിച്ച് ENT സർജൻസിൻ്റെ അടുത്ത് വന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു മുമ്പേ ഉപയോഗിക്കുന്ന പല മെത്തേഡുകളും പലപ്പോഴും പല അപകടം നിറഞ്ഞ മെത്തേഡുകളുണ്ട്. ചെവിയിൽ തോണ്ടുക അല്ലെങ്കിൽ ചെവി വെള്ളം അടിക്കുക എന്നുള്ളത് വരെ പലപ്പോഴും അപകടം ഉണ്ടാക്കുന്ന മെത്തേഡ്സാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ എന്താണ് ചെവിയുടെ പാടയുടെ അവസ്ഥ എന്നറിയാതെ നമ്മൾ ചെവിയിൽ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഏറ്റവും നല്ലത് ENT ഡോക്ടേഴ്സിനെ കണ്ടിട്ട് സക്ഷൻ മെത്തേഡ് വഴി, സക്ഷൻ ക്ലിയറൻസ് എന്ന് പറയുന്ന മെത്തേഡ് വഴി വാക്സ് റിമൂവ് ചെയ്യുക. അപ്പം ചെവിയുടെ പാടയിൽ അപകടങ്ങളൊന്നും സംഭവിക്കാത്ത രൂപത്തിൽ ചെവി ക്ലീൻ ചെയ്യാൻ പറ്റും.